ഹായ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മുരിങ്ങക്കായും കുമ്പളങ്ങി ഒരു സിമ്പിൾ കറിയാണ് കേട്ടോ. വളരെ സിമ്പിളായൊരു കറിയാണ്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക, നമ്മളെ സപ്പോർട്ട് ചെയ്യട്ടോ. നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ. പോകുന്നുണ്ട്, അതാണ് ക്യാമറയ്ക്ക്. അപ്പോൾ ഞാൻ കുമ്പളങ്ങയൊക്കെ നുറുക്കിയെടുക്കട്ടെ. എങ്ങനെ കുറവ് കുമ്പളങ്ങ മൂത്തിട്ടില്ല, ഇത് ചമ്പളങ്ങയാണ്. ഇളവൻ മൂത്താൻ കുരുവില്ല കേട്ടോ ഇതിൽ. എന്താ പിന്നെ കാര്യമായിട്ട് കുരുവില്ല. ഒക്കെ മുറിച്ച് കളാ. എന്താ നമ്മുടെ കുമ്പളങ്ങ മത്തൻ അത് വിട്ടിട്ടൊരു കളിയില്ല. ഇതൊക്കെ ഒന്ന് മുറിച്ചെടുക്കട്ടെ. നമുക്ക് പരിപ്പൊന്ന് വേവിക്കാൻ വെക്കാം. 2 പിടി കൈപ്പിടി പരിപ്പാണ് കേട്ടോ. തുവരപ്പരിപ്പ് കഴുകിയതാണ്. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. രണ്ട് വിസിൽ വരട്ടെ. പരിപ്പ് വെന്താ നോക്കാം. പരിപ്പ് വെന്തു കൂട്ടാ. ഞാനത് ചട്ടിയിലേക്ക് മാറ്റട്ടെ. പരിപ്പ് ചട്ടിയിലേക്ക് മാറ്റാം. കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് ഒരു കഷ്ണം കുമ്പളങ്ങി, 2 മുരിങ്ങക്കായും. ഒരു സിമ്പിൾ കറിയാണ് കേട്ടോ. രണ്ട് ടീസ്പൂൺ മുളക് പൊടി. ഇത് അത്ര എരിവില്ല. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കും. ഒന്ന് വേകട്ടെ. മുരിങ്ങക്കായ് വെന്താ നോക്കാം. പകുതി വേവായിട്ടുണ്ട് കേട്ടോ മുരിങ്ങക്കായ്. കുമ്പളങ്ങി ഇതിലേക്ക് 1 മാങ്ങ, നല്ല ഫ്രഷ് മാങ്ങയാണ്. ഒന്നും കൂടി വേകട്ടെ. കറണ്ട് പോയി. മാങ്ങ വെന്താ നോക്കാം. മാങ്ങയൊക്കെ നന്നായി വെന്തു കേട്ടോ. ഇല്ല അരപ്പൊഴിക്കില്ല, തേങ്ങയില്ലാത്ത കറിയാണ്. തേങ്ങ ഇട്ടിട്ടും വെക്കാം കേട്ടോ. ഓഫാക്കുക. ഇനി താളിക്കാം. നമ്മുടെ കറി റെഡിയായി. ചീഞ്ചട്ടി ചൂടാവട്ടെ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടാവട്ടെ. കടുകിട്ട് കൊടുക്കുക. കറണ്ട് പോയിരിക്കാം കേട്ടോ. 5-6 ചെറിയ ഉള്ളി, ഒരു വറ്റൽമുളക്, കറിവേപ്പില. സൂപ്പർ കറിയാണ് കേട്ടോ. തേങ്ങ ഇല്ലെങ്കിലും നല്ല കുറുകിയ കറിയാണ്.
ചോറ് വന്നു കേട്ടോ. എന്താ അടിപൊളി അരിയാണ് ഇന്നലത്തെ കേട്ടോ. വെള്ളരി സൂപ്പർ വെള്ളരിയാണ്. നല്ല റേഷൻ കടയിലത്തെ അരി അടിപൊളിയാണ്. അത് നമ്മൾ ചോറ് വിട്ട് എന്നിട്ട് ചമ്മന്തി അരയ്ക്കാം, ഉള്ളി തൊലിക്കുക. അച്ഛൻ നോക്കണില്ല. അച്ഛൻ ചമ്മന്തിക്ക് ഉള്ളി തൊലിക്കുക. സൗകര്യക്കുറവുണ്ട് കേട്ടോ. ഉള്ള സൗകര്യത്തിലൊക്കെ ചെയ്യാം. ഉണക്ക ചമ്മീൻ ചമ്മന്തി അരയ്ക്കുകയാണ് കേട്ടോ. തേങ്ങയില്ലാത്താണ്. ഉണക്കമുളക് ചെമ്മീനും വറുക്കുകയാണ്. നന്നായി വറുത്ത് വരട്ടെ. ചെമ്മീനായിട്ടാ വറുത്തു. നന്നായി പൊരിക്കണം, വറുക്കണം. ചെറിയുള്ളി, കറിവേപ്പില, ഉപ്പ്, പുളി, ഉണക്കമുളക്, ചെമ്മീൻ ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം കേട്ടോ. നമ്മുടെ ചെമ്മീൻ ചമ്മന്തി പൊടിച്ചിട്ട് വന്നു കേട്ടോ. സൂപ്പറാ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കേട്ടോ. എന്താ ടേസ്റ്റ്. ആട്ടിയ വെളിച്ചെണ്ണ. നല്ല ആട്ടിയ വെളിച്ചെണ്ണ. ചോറ് തരാം. ഞങ്ങൾ ഊണ് കഴിക്കാൻ കേട്ടോ. ഇപ്പം നേരെ ഉച്ചയായി. ഈ കറി വെക്കത്തലെന്ന് വെച്ച് നോക്കട്ടെ. ഇതുപോലെ തേങ്ങ കഴിക്കാണ്ട് സൂപ്പർ ടേസ്റ്റാണ്. കുറച്ച് ചോറും കൂടുതൽ കറി, പിന്നെ ചെമ്മീൻ ചമ്മന്തിപ്പൊടി. എന്താ ടേസ്റ്റ് അറിയോ. ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞു. ഇത് ചായ വയ്ക്കാൻ കേട്ടോ. ഇത് കട്ടൻ ചായയാണ്. പാലില്ല. പാല് കാലത്ത് കഴിഞ്ഞു. ഉണ്ണിക്ക് ചായ വേണ്ട, എനിക്ക് മാത്രം. പാല് കൊണ്ട് വേറൊരു സാധനം ഉണ്ടാക്കി. അതെ, പാലും കൊണ്ട് വേറൊരു ഐറ്റം ഉണ്ടാക്കി. അപ്പോൾ പാല് കഴിഞ്ഞു. കട്ടൻ ചായയും ഇത്ര മതി. സൂപ്പർ ചായ. 1/2 ഗ്ലാസ് കട്ടൻ. 1/2 ഗ്ലാസ് ഇത്ര വലിയ കപ്പ്. അരയല്ല, എനിക്ക് മാത്രമേ വേണ്ടുള്ളൂ. കട്ടൻ ചായക്ക് കടിയുണ്ട് കാണിച്ചു. കട്ടൻ ചായയും റസ്ക്കാണ് കേട്ടോ. കട്ടൻ ചായയിൽ മുക്കി കഴിക്കാൻ ആർക്കും ഇഷ്ടമുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇത് ഞാൻ പുറത്ത് വന്നിട്ടാണ് കുടിക്കുന്നത് കേട്ടോ. നല്ല ചൂടവിടെ. കാഴ്ചയൊക്കെ കണ്ട്. നമുക്ക് കാഴ്ചയൊന്നുമില്ല, കിണർ മാത്രമേ ഉള്ളൂ. ഇടയ്ക്ക് പ്രാവ് വരും. ചായ നിർബന്ധമൊന്നുമില്ല, എന്നാലും കുറച്ച് കുടിക്കണം. ചെറിയൊരു കട്ടൻ ചായയിൽ ഇങ്ങനെ മുക്കി കഴിക്കാൻ ഇഷ്ടമുള്ളവർ. എനിക്ക് റസ്ക് ഇഷ്ടമല്ല, ചായ ഇഷ്ടമല്ല. ഞാൻ വെറൈറ്റി കുട്ടിയാ. ഇത് ഏട്ടാ എനിക്ക് വേണ്ടി വാങ്ങിച്ചു തരും. എനിക്ക് ഈ റസ്ക് ഇഷ്ടമല്ല കൈസ്, വേറെ കഴിക്കും. ചായ കുടിക്കട്ടെ. അപ്പോഴേക്ക് ഗ്യാസ് വന്നു കേട്ടോ. ഗ്യാസ് നിറച്ചാണ്. ഗ്യാസിന് ഭയങ്കര ക്ഷാമമല്ല ഇപ്പോൾ. എല്ലാവരും വേഗം നിറച്ചാണ്. 3 വണ്ടി വന്നു ഇവിടെ ഈ രാവിലെ തുടങ്ങിയിട്ട്. എല്ലാ വീടും നിറച്ചു. ഞാനും നിറച്ചു വിട്ടു. ചിലപ്പോൾ കിട്ടിയില്ലെങ്കിലോ പറഞ്ഞിട്ട്. എല്ലാവരും പറഞ്ഞു ഗ്യാസ് വിറകില്ലേ, ആഴ്ചക്ക് കൊണ്ടുവരാൻ വിറകുകാരനും വന്നിട്ടില്ല. വിറകിന് ക്ഷാമമായ മരത്തിനും വിറകിന് ക്ഷാമമായി തോന്നുന്നു. എല്ലാവരും പറയണ വേഗം തീരുന്നൊക്കെ. നമ്മളുടെ ഗ്യാസ് കഴിയാനുമായി. എന്തായാലും നിറക്കണം. കണ്ട ഇനി 2 മാസം പേടിക്കണ്ട, 2-3 മാസം പേടിക്കണ്ട. ഉള്ളിൽ കൊണ്ടുവന്ന് വെച്ച് തരും. ഇത്രയേ ഉള്ളൂ കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു.